നമസ്കാരം. ഇസ്രായേലുമായി ഏറ്റുമുട്ടാനിറങ്ങി ആകെ വെട്ടിലായ അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദി സംഘടന. എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് വെടിനിർത്തൽ ഉണ്ടാകാൻ എന്ത് വഴി എന്നാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. നേരത്തെ തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നീക്കവുമായി ഹമാസ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെടണമെന്ന് മാത്രമല്ല, ശക്തമായ സമ്മർദ്ദം ചെലുത്തണം എന്നാണ് ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഗാസയിലെ ഹമാസിൻ്റെ പ്രധാന താവളങ്ങളൊക്കെ തന്നെ ഇതിനോടകം തകർത്ത് കഴിഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട ഭൂഗർഭ തുരങ്കങ്ങളൊക്കെ തകർത്തു. ഹമാസിൻ്റെ തലവനായ യാഹ്യ സിൻവാർ ഗാസയിലെ ഏതോ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയും ഇനി യാഹ്യ സിൻവാറിനെ രക്ഷിക്കുക, കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഹമാസിൻ്റെ മുന്നിലുള്ള പോംവഴികൾ. ഇതിനായിട്ടാണ് അവർ ഖത്തറിലെ തങ്ങളുടെ മധ്യസ്ഥ ചർച്ചകൾ പങ്കുവയ്ക്കുന്ന നേതാവ് വഴി അമേരിക്കയോട് ഈ ഒരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഖത്തറിൽ നടക്കുന്ന സമാധാന ചർച്ചകൾക്കൊക്കെ തന്നെ ഹമാസിന് വേണ്ടി ചർച്ചകൾ പങ്കെടുക്കുന്ന ഖലീൽ അൽ ഹയയാണ് അമേരിക്കയോട് ഈ ഒരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കയിലും ഹമാസിനെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ്. ഒക്ടോബർ 7 ആക്രമണത്തിൽ നിരവധി അമേരിക്കക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ യാഹ്യ സിൻവാർ ഉൾപ്പെടെയുള്ള 6 നേതാക്കൾക്കെതിരെ അമേരിക്കൻ കോടതിയിൽ കുറ്റപത്രം നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ യാഹ്യ സിൻവാറും ഫലത്തിൽ അമേരിക്കയുടെ പിടികിട്ട പുള്ളി തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം കൂടുതൽ ശക്തമായി നിൽക്കുന്നത് കാണുന്ന ഹമാസിനെ സംബന്ധിച്ച് ഏത് നിമിഷവും ഇനി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടേക്കാം അല്ലെങ്കിൽ പിടികൂടപ്പെട്ടേക്കാം എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ ഒരു സന്ദർഭത്തിലാണ് അമേരിക്കയോട് ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി ഇപ്പോൾ ഏതാണ്ട് പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഹമാസ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 6ഓളം ബന്ദികളുടെ മൃതദേഹങ്ങൾ ഗാസയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇവരിൽ ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തിന് ആക്കം കൂട്ടും എന്ന് ഹമാസ് മനസ്സിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ അടുത്ത് ഇസ്രായേൽ സൈന്യം എത്തിക്കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ട കാര്യം തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ വധിക്കുക എന്നുള്ളതാണ് തങ്ങൾക്ക് മുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശമെന്നാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതാരാണ് ഈ നിർദ്ദേശം നൽകിയത് എന്നുള്ളത് വ്യക്തമല്ല. എങ്കിൽ പോലും ബന്ദികൾ പലരുടെയും ജീവൻ ഇതിനോടകം അപകടത്തിലാണെന്നും പലരും കൊല്ലപ്പെട്ട് കാണുമെന്നുമൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പലപ്പോഴും ഗാസയിലെ താവളങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ തങ്ങളുടെ ബന്ദികൾ കൂടി കൊല്ലപ്പെടുമല്ലോ എന്ന് കരുതി വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവർ ആക്രമണം നടത്തിയിരുന്നത്. ആക്രമണത്തിൻ്റെ ശക്തി കുറവായിരുന്നു. പക്ഷേ ഇനിയങ്ങോട്ട് അത്തരത്തിലുള്ള യാതൊരു ചിന്തകളുടെ ആവശ്യമില്ല എന്ന് നെതന്യാഹുവിനും മനസ്സിലായിട്ടുണ്ട്. നെതന്യാഹുവിനെ സംബന്ധിച്ച് രാജ്യത്ത് അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുമുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എങ്ങനെ ഈ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രധാന ലക്ഷ്യമായി ഇസ്രായേൽ കണക്കാക്കുന്നത്. അടുത്ത മാസം 7-ാം തീയതി ഹമാസ് ആക്രമണം നടന്നിട്ട് 1 വർഷം തികയുകയാണ്. എന്നിട്ടും ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ ഇനിയും കഴിഞ്ഞിട്ടില്ല, അവസാനിച്ചിട്ടില്ല, വിജയിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നെതന്യാഹുവിന് മുന്നിലുമുണ്ട്. സ്വന്തം ഘടകകക്ഷികളിൽ നിന്ന് പോലും ഇക്കാര്യത്തിൽ അദ്ദേഹം വിമർശനം നേരിടുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേൽ ആഞ്ഞടിക്കാൻ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ തയ്യാറെടുപ്പ് നടത്തുക. ഒപ്പം ഹമാസ് അമേരിക്കയോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അവരുടെ നിവർത്തികേട് കൊണ്ടാണ്, അല്ലെങ്കിൽ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ളതും ഉറപ്പാണ്.